കേൾക്കണം. എന്നെ ഒരു യഥാർത്ഥ SKSSF-കാരനാക്കിയത് എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠതുല്യനായ ബഹുമാനപ്പെട്ട സഈദ് എന്ന് പറയുന്ന കൂട്ടുകാരനാണ്. എന്റെ നാട്ടിൽ പൊയ്ത്തുംകടവിലുള്ള സഈദ് എന്ന് പറയുന്ന കൂട്ടുകാരൻ 31-ാമത്തെ വയസ്സിലോ ആക്സിഡന്റിൽപ്പെട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു, മരണപ്പെട്ടുപോയി. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സഈദ് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയെ വല്ലാതെ ഇഷ്ടപ്പെട്ടവരാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ആ സഈദ് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ദിവസവും സുബഹി നിസ്കരിക്കും. ആ സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ അല്പം ഖുർആൻ ഓതും. എന്നിട്ട് അതേ വുളൂഇല് വുളൂ പോലും മുറിയാതെ ശംസുൽ ഉലമയുടെ ഒരു സ്മരണികയുണ്ട്. ഈ സഈദിന്റെ വീട്ടിൽ ഒരുപാട് സ്മരണികകൾ, സമസ്തയുടെ ആലിമീങ്ങളുടെ കഥ പറയുന്ന ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അതിൽ ശംസുൽ ഉലമയുടെ പുസ്തകം ഇങ്ങനെ എടുക്കും. എന്നിട്ട് ആ ശംസുൽ ഉലമയുടെ ജീവചരിത്രം അടങ്ങിയിട്ടുള്ള സ്മരണിക വായിക്കും. നല്ല തിരക്കുള്ള ദിവസമാണെങ്കിലോ ഒരു 2 വരിയെങ്കിലും ഞാൻ എല്ലാ ദിവസവും ബറക്കത്തിനു വേണ്ടി വായിക്കുമെന്ന് ആ സഈദ് മരിക്കുന്നതിന്റെയും മാസങ്ങൾക്ക് മുമ്പ് എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ അത്രമേൽ ഇഷ്ടമായിരുന്നു ശംസുൽ ഉലമയെ. എല്ലാ ദിവസവും ശംസുൽ ഉലമയുടെ പേരിലോ മഹാബഹുമാനപ്പെട്ട സഈദ് അവറുകളോ ദിവസവും ഫാത്തിഹ പാരായണം ചെയ്യാറുണ്ട്. നല്ലോണം ഫാത്തിഹ ഓതാറുണ്ട്. ഈ സഈദ് ആക്സിഡന്റിൽപ്പെട്ട് മരണാസന്നനായി കിടക്കുന്ന നേരം, അഥവാ മരിക്കുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് സഈദിന്റെ അനുജൻ ഒരു സ്വപ്നം കാണുകയാണ്. എന്താണ് സ്വപ്നമെന്നറിയോ? ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയാണ് സ്വപ്നം കാണുന്നത്. സഈദിന്റെ അനുജനാണ് കാണുന്നത്. എന്താണ് സ്വപ്നമെന്നറിയോ? ആ ശംസുൽ ഉലമ സഈദിന്റെ കയ്യും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു വരികയാണ്. എന്നിട്ട് അനുജനായ സജ്ജാദിനോട് സ്വപ്നത്തിൽ പറയുകയാണ്, നിങ്ങൾ ബേജാറാവേണ്ടതില്ല, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, സഈദ് എന്റെ കൂടെയാണ്. ശംസുൽ ഉലമ സ്വപ്നത്തിൽ വന്നിട്ടോ സഈദ് മരിക്കുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് സഈദിന്റെ അനുജന്റെ സ്വപ്നത്തിൽ വന്നിട്ട് ശംസുൽ ഉലമ പറയുകയാണ്, നിങ്ങൾ ആരും വിഷമിക്കേണ്ടതില്ല, സഈദ് എന്റെ കൂടെയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സ്വപ്നം കണ്ടതിന്റെ ദിവസങ്ങൾക്ക് ശേഷമാണ് സഈദ് ഈ ലോകത്തോട് വിട പറഞ്ഞതെങ്കിലോ അതൊരു വലിയ ശുഭസൂചനയാണ്, അതൊരു വലിയ സന്തോഷ വാർത്തയാണ്. എന്ന് വെച്ചാൽ സഈദ് എന്റെ കൂടെ എന്ന് പറയുമ്പോൾ ശംസുൽ ഉലമ